അയ്യേ നീയായിരുന്ന അപ്പൊ അതെല്ലാം സ്വപ്നായിരുന്ന മോനെ സഹദേവ, അമ്മേ നീ ആരുടെ കാര്യമായി പറഞ്ഞത്? അല്ലമ്മേ ഞാൻ ഈ അച്ഛൻ. നീ അച്ഛനോ? അതല്ല, അച്ഛൻ വന്നിട്ടല്ലേ. ദേ അപ്പുറത്തുണ്ട്, രാവിലെ തുടങ്ങി കണക്ക് പറച്ചില്. പലചരക്ക് കടയിൽ 2500 രൂപയോ? ആ 2500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഫുള്ള് വാങ്ങിക്കായിരുന്നു. അരി, ഉപ്പ്, മുളക്, പഞ്ചസാര, മുട്ട 200, പവർ മാൾട്ട് 2 ടിന്ന്, ഹെർക്കുലീസ് 5 കുപ്പി, അല്ല ഓർലിക്സ് 5 കുപ്പി. ഇത് വേറെ ആരൊരു കണക്കാ? അല്ല, ഇത് ഇവിടുത്തെ കണക്ക് തന്നെയാ. ഈ മൂലംകുഴിയിൽ സഹദേവൻ പോലീസ് ഓഫീസർ ആവാനുള്ള റിട്ടൺ ടെസ്റ്റ് പാസ്സായെന്ന് കരുതി സെലക്ഷൻ കിട്ടണമെന്നില്ല. ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഒന്ന് കടന്നു കിട്ടണം. അതിന് ഇത്ര മുട്ട കഴിക്കണോ? വയറ്റിൽ കൊക്കപ്പുഴ ഉണ്ടല്ലേ? അല്ലട മോനെ, നീ ജീവിക്കാൻ വേണ്ടി തിന്നുന്നോ അതോ തിന്നാൻ വേണ്ടി ജീവിക്കുന്നു? അച്ഛാ, ഭക്ഷണ കാര്യത്തിൽ ഒരിക്കലും ഒരച്ഛൻ മകനോട് കണക്ക് പറയരുത്. പക്ഷേ പലചരക്ക് കടക്കാരൻ എന്നോട് കണക്ക് പറയുന്നു. സാദേവ, ഇത്രയും ചെലവ് ചെയ്തിട്ട് നീ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായില്ലെങ്കിലോ? കൊളംബിയ തകർന്നു വീണു എന്ന് കരുതി അമേരിക്ക റോക്കറ്റ് വിക്ഷേപണങ്ങൾ നിർത്തുന്നുണ്ടോ? എടാ മോനെ, ഇത് അമേരിക്ക അല്ല. അമേരിക്ക മാവ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന പാവങ്ങളാ. മോനെ ഹോർലിക്സ്. താങ്ക്സ്, നീ കുടിച്ചോ. ഇന്ന് നേന്ത്രപ്പഴം ഇല്ല കേട്ടോ. ഇല്ല, അപ്പൊ ഇന്ന് വൈറ്റമിൻ സി ഇല്ല. ഇല്ല. ഓ, ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമ. വൈറ്റമിൻ 3X അത് ശരി. അച്ഛന്റെ ഈ ഒടുക്കത്തെ കുടി നിർത്താതെ ഈ കുടുംബം നന്നാവില്ല. ഉദാഹരണത്തിന് ഇന്ന് ഇവിടെ നേന്ത്രപ്പഴം ഇല്ല. അതൊക്കെ പോട്ടെ, എനിക്കിടാൻ നല്ലൊരു പാന്റ് ഉണ്ടോ, ഷർട്ട് ഉണ്ടോ, ഷൂ ഉണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. അതൊക്കെ കാരണവന്മാര് ചെയ്ത എന്താ? നിങ്ങൾ ഒരാളെ എന്റെ അച്ഛനെ നശിപ്പിക്കുന്നത്. ഇന്നലെ നിന്റെ അച്ഛൻ കുടിച്ചില്ല, എനിക്ക് പങ്കില്ല. കുടിച്ചു കുടിച്ചുള്ള വില പോയി. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എന്റെ അച്ഛനുള്ള വിലക്ക് മതി. ഇനി വിക്രമേട്ടനായിട്ട് അച്ഛന്റെ വില കൂട്ടാൻ നിൽക്കണ്ട. എന്റെ അച്ഛന്റെ കൂടെ നടന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കല്ലേ. റിക്വസ്റ്റ്. നിന്റെ അച്ഛന്റെ കൂട്ടുകൂടി എന്റെ കുടുംബമാണ് നശിച്ചത്. എന്റെ ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റിയാക്കി വെള്ളം പഠിച്ചു കൊടുത്തിട്ടുണ്ട്. നിനക്കറിയോ, എന്നെ ഇപ്പൊ എന്റെ ഭാര്യ വീട്ടിൽ കേട്ടല്ല. ഞാനിപ്പോ ചന്ദ്രന്റെ ഭാര്യയുടെ കൂടെയാണ്. അയാളുടെ വൃത്തികെട്ട 2 മക്കൾ ഇപ്പൊ എന്റെ നല്ലതാ. എനിക്ക് തന്നെ ഇത് വേണം. പ്രഭാകരേട്ടാ, ഞാൻ പോവാണ്. വിക്രമ, ഞാൻ അങ്ങോട്ട് പോന്നേ. ഞാൻ പോയിക്കോളാം. ഇനി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. നിന്റെ തന്ത കുടിക്കുന്നതിന്റെ കാരണം ഞാനല്ല, നിന്റെ അളിയനാ SI തന്നെയാണ്. ചോദിച്ചു നോക്ക്. കാണുമ്പോ നിന്റെ അച്ഛൻ സല്യൂട്ട് ചെയ്തില്ലെങ്കിലേ ആ ചെറ്റക്ക് സഹിക്കില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ആ പരട്ടാളിയ എന്റെ നേരെ വന്നാലുണ്ടല്ലോ, നിന്റെ പെങ്ങടെ മറ്റവനാണെന്ന് ഞാൻ നോക്കൂല. ലാത്തിയെടുത്ത് ഞാൻ കല്ലെറിഞ്ഞു വന്നാലും. എന്താടോ, ആരെ കൊല്ലുന്നാ താൻ വിളിച്ചു പോകുന്നേ? അല്ല, ഞാൻ പറയാം. പറയല്ലേ. ഏതോ ഒരു കൊടിച്ചുപട്ടി കുറെ കാലമായി എന്റെ അച്ഛനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്.